ഹലോ കൂട്ടുകാരെ, ഇന്നേ ഞാനൊരു പൈനാപ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എന്താണെന്നല്ലേ, നല്ല സിമ്പിളായിട്ടൊരു പൈനാപ്പിൾ മോരുകറി ഉണ്ടാക്കിയാലോ. മോരുകറി പല വിധത്തിൽ നമ്മൾ ഉണ്ടാക്കുമല്ലേ, പക്ഷേ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ മീൻ വറുത്തത്, മീൻ കറിയൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും അരിയാട്ടോ, അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, പച്ചമുളക്, ഉപ്പ്, ഇത് വേകാൻ ആവശ്യത്തിന് വെള്ളം, അതിനുശേഷം മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തതിന് ശേഷം നല്ലോണം വേവിക്കണം കേട്ടോ. മീൻസ് അത് വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്, ഉടയാണ്ട് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അടഞ്ഞ് അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും, വേറെ ഒന്നും വേണ്ട കേട്ടോ, തേങ്ങയും മഞ്ഞൾപ്പൊടിയും മാത്രം നല്ലോണം അരച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നല്ലോണം അരയ്ക്കുക. അതെ, അപ്പോഴത്തേക്ക് നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഈ അരച്ച ബാറ്റർ ഇതിലേക്ക് ചേർക്കുക. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട, പൈനാപ്പിളിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. ആ വെള്ളം മാത്രം മതി കേട്ടോ. അഥവാ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളമേ ചേർക്കാവുള്ളൂ. ഈ സമയത്ത് നമ്മളതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ആക്കണം കേട്ടോ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് വേണം. ദെൻ ഇനി നമുക്ക് കടുക് താളിക്കണം. അപ്പോൾ ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റും കേട്ടോ. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കടുക് താളിക്കാം. നമുക്ക് കടുക് താളിക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നറിയാമോ? ഈ കടുക് താളിക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി വേണം കേട്ടോ, അത് മസ്റ്റാണ്. കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇതിൽ ചേർക്കണം. അതിനുശേഷം നമ്മുടെ വറ്റൽ മുളകും കൂടെ ചേർക്കണം. പിന്നെ നമ്മൾ ഒരു കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. അത് എന്തിനൊക്കെ നമ്മൾ കടുക് താളിക്കുമ്പോൾ ഒഴിച്ചാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിനുശേഷം അത് ഇതിനകത്തോട്ട് ഒഴിക്കുക. നമ്മുടെ ബൗളിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യും. അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.